കൂട്ടിയാണ്. അടുത്ത ഐറ്റം എന്താണ്? ഇത് മൂടികളാണ്. ഓ, മൂടികൾ. ആ, ശരി ശരി ശരി. ആ, എന്തായാലും ആ മോൻ ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? തുടങ്ങിയിട്ടിപ്പോ എത്രാമത്തെ വയസ്സിലാണ് ഈ ഇത് ഇങ്ങനെ ഇരുന്ന് പണി ചെയ്യാനായിട്ട്? 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് തന്നെ പണിക്ക് കൂടി. ആ, അന്നേരം നമ്മൾ ഓടി കളിച്ചോണ്ടിരുന്നെ പിള്ളേരുടെ കളിക്കാൻ. ഞാൻ പറഞ്ഞായിരുന്നു, ഇവരുടെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. ആ, ഇതെല്ലാം കണ്ട് കണ്ട് നോക്കി നിൽക്കും. അതാ കൂട്ടുകാരുടെ കളിക്കാനൊന്നും പോകില്ല. കളിയുണ്ട്, കളി ഇല്ലാതിരിക്കില്ലല്ലോ. കൂടെ ഇതുണ്ട്. ആ, ഇപ്പോഴും കളിക്കാൻ പോകുന്നുണ്ടോ? എവിടെ കളിക്കാൻ പോണ്? ആ, അതിന് സമയമില്ല. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ടാണോ? ഞായറാഴ്ച പൊതുവെ ലീവ് എടുക്കാറില്ല. അത് തന്നെ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണോ കളിക്കാൻ പോകാതെ ഇവിടെ നിൽക്കണമെന്ന്? ഞായറാഴ്ച പൊതുവെ ലീവില്ല, പൊതുവെ എടുക്കാം. എന്തെങ്കിലും ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ, പിന്നെ ഈ പഠിത്തമൊക്കെ എങ്ങനെയാ? പഠിത്തമൊക്കെ ഏകദേശമൊക്കെ നോക്കിയിട്ടുണ്ട്. ഇന്ന് പിന്നെ ഇപ്പൊ ഇങ്ങനെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. എന്തേലും വേറെ നോക്കണമെന്നുണ്ട്. ആ, അതുപോലെ അച്ഛൻ ഇത്രയും കഷ്ടപ്പാട് കാണുമ്പോൾ ഇനി ഇതിനെ കൊണ്ട് നടക്കാതെ വേറെ എന്തെങ്കിലും അടുത്ത ഇതിനോട് നടന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനുള്ള ആൾക്കാർ വേണം. ആൾക്കാർ വേണം. അതുപോലെ നമുക്ക് ഈ അത്യാവശ്യം സാധനങ്ങൾ ഇത് ഉണ്ടാക്കാനുള്ള റാ മെറ്റീരിയൽ നമുക്ക് കിട്ടണം. എല്ലാം കിട്ടണം, എന്നാലും അത് മുമ്പോട്ട് പോകില്ല, അല്ലെങ്കിൽ പോവില്ല. പിന്നെ മോൻ പഠനമൊക്കെ ഏതുവരെ? ഡിഗ്രി വരെ. ആ, എന്നാണ് പോയിട്ടില്ല. ഡിഗ്രി കഴിഞ്ഞോ? ആ, ഡിഗ്രി കഴിഞ്ഞു. എന്നിട്ട് അടുത്ത പഠനം അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ആ കൊറോണ ടൈമിലാണ് ഞാൻ +2 കഴിഞ്ഞിട്ട് തന്നെ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഡിഗ്രിക്ക് പോയത്. പിന്നെ +2 കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഈ പണിയിൽ തന്നെയാണ് ഒരു 4 വർഷം ഇവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞാൽ ഡിഗ്രി പോയത്. അപ്പോഴേക്കും കൊറോണയും കാര്യങ്ങളൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അത് കഴിഞ്ഞു. പിന്നെ ഇതിൽ തന്നെ വന്നു. അപ്പം പിന്നെ അതിനുശേഷം പഠനമില്ല. ഇനി ഈ പാത്രമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനം ഇങ്ങനെ കിട്ടാന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകും. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരികയെന്നുണ്ടെങ്കിൽ. അല്ലാതെ ഞാൻ പഠിച്ചവനാണെന്നും പറഞ്ഞ് വല്ലവൻ്റെയും കൂടെ തൊഴിലന്വേഷിച്ച് നടക്കണ്ട. സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നല്ല ഒരു വരം കിട്ടിയിരിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് നമ്മൾ വല്ലവൻ്റെയും പിറകെ അലയാൻ പോണതല്ലേ? പക്ഷെ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ, അതായത് പ്രധാനമായിട്ടും ഇത് ചെളിയാണല്ലോ. അതൊക്കെ സുലഭമായി കിട്ടിയാൽ കാര്യങ്ങൾ നടന്നങ്ങ് പോകും അല്ലേ? നടന്നു പോകും. കിട്ടിയില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. പിന്നെ ഇത് ചെലവായി പോകുന്നുണ്ടല്ലോ അല്ലേ? ചെലവിന് കുഴപ്പമില്ല, മണ്ണ് കിട്ടാനാണ് ആകെ ബുദ്ധിമുട്ട്.
ഉണ്ടാക്കാൻ പോണത്? പറയൂ. മൂടിപ്പാത്രം. മൂടിപ്പാത്രം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മണ്ണാണ് അളന്നെടുത്തോണ്ടിരിക്കുന്നത്. മൂടി ഉണ്ടാവില്ല. മൂടി പിന്നെ അങ്ങനെ പണിയാ. പാത്രം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയും ചരുവ്. ചരുവം. ഉണ്ടാകില്ല. അതുണ്ടാകും നടന്നിട്ട് അപ്പോൾ ഈ കരപ്പണി വന്നിരുന്നതിൻ്റെ 40 ഉണ്ട്. അതൊക്കെ എനിക്ക് അറിയുന്നവരാ ഈ പണിയെടുക്കുന്നുണ്ട്. ഇപ്പം ഏത് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്? അത് ഉണ്ടാക്കുമ്പോൾ കാണാം അല്ലേ? ഇതിന് ഈ മണ്ണ് എടുക്കുന്നതിന് അളവുണ്ടല്ലേ? ഓരോ ഐറ്റത്തിനും അളവുണ്ട്.
പാൽക്കലം. അടുത്ത ഐറ്റം പാൽക്കലം. അതാണ് അടുത്ത ചെയ്യാൻ പോണത്. അതിൻ്റെ അളവാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് അതിൽ കുറച്ചുകൂടെ വേണമായിരുന്നു. അങ്ങനെ ആ അളവ് കൃത്യമായിട്ട് എടുത്തിരിക്കുകയാണ്. മറി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ മൺപാത്ര ചൂള. മൺപാത്രങ്ങളെ വേവിച്ച് എടുക്കുന്നത്. ഇതിലിപ്പം എല്ലാ ഐറ്റവും ഉണ്ടാവും അല്ലേ?
ആ ഇതിൽ ബിരിയാണി പാത്രങ്ങളും ഈ വക സാധനങ്ങൾ ഇതാണ് വെച്ചാണ് ഈ ഐറ്റം തന്നെ. ആ അതാണ് ഇതിൻ്റെ പരുവം നോക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ആ പൂർത്തീകരണം? ചൂള തീ ഒന്ന് പഴുത്ത് കിട്ടും, അതിനുള്ള എല്ലാ സെറ്റപ്പ് അതിൽ വെക്കും. ചകിരി വിറക് തുടങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അതൊരു നല്ല ചൂടായ ശേഷം തീ കൊടുക്കും. തീ കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ കത്തും. ആ എത്ര സമയം ഇങ്ങനെ തീ കൊടുക്കേണ്ടി വരും ഇതിന്? ഇത് ഒരു പരിവാവണമെങ്കിൽ ഒരു 1-2 ദിവസം നന്നായിട്ട് തീ കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ തീ കൊടുത്തു കഴിഞ്ഞാൽ ആ ഉള്ളിലെ വിറക് കത്തിയിട്ട് അത് പഴുത്തോളും. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി എത്ര ദിവസം എടുക്കും? അത് പിറ്റേ ദിവസം എടുക്കാം, കുഴപ്പമില്ല. തണുത്തിരിക്കും? ഓ സെറാമിക്സിനെ പോലെ ഒന്നുമില്ല, അതിനിപ്പോൾ ഇത്ര മണിക്കൂർ എന്നുള്ള ഒരു ഇതുണ്ട്. അതിപ്പോൾ ഇതൊന്നുമില്ല. ഇതിപ്പോൾ പഴുത്ത് കഴിഞ്ഞാൽ ആറിയ അപ്പം എടുക്കാം. അപ്പോൾ ഈ പാത്രത്തിന് ഇങ്ങനെ ഒരു സൗണ്ട്, അതാണ് അതിൻ്റെ ഒരു വെന്ത് കഴിഞ്ഞാൽ സൗണ്ട് വരും. ഇനി അതിനകത്ത് എന്തൊക്കെ ഐറ്റങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്? ഇതിൻ്റെ ഉള്ളത് തന്നെ ബിരിയാണി പാത്രങ്ങളും അതൊക്കെ സാധനങ്ങളാണ്. വേറെ കാര്യമായിട്ട് ഇത് എടുക്കണമെങ്കിൽ ഇപ്പോൾ നല്ല വലിയ ചൂടാണ് എടുക്കുമ്പോൾ പാടാവും, സമയം പിടിക്കും. അല്ല അത് വേണ്ട, ഞാൻ ഇതൊന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഈ ചൂള നിർമ്മിച്ചിരിക്കുന്ന ഇതേപോലുള്ള കല്ലുകൊണ്ടാണ്, വെട്ടുകല്ല്. ഇതല്ല, ഇത് സാധാരണ ഞങ്ങൾ മണ്ണും കൊണ്ടാണ് സാധാരണ ഭൂമിയിലത്തെ ഈ സാധാരണ മണ്ണും കൊണ്ടൊക്കെ കെട്ടല്. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നടക്കണം, വട്ടത്തിൽ വലിയ ചൂളല്ലേ, നടക്കേണ്ടി വരും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ വെട്ടുകല്ല് സൈഡിൽ വെച്ചിട്ട് ഉള്ളിൽ മറ്റേ സാധാരണ മണ്ണ് പ്ലാസ്റ്റിക് അത്